السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبد ربك حتى يأتيك اليقين. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الآمر ناهي فلا أحد أبر في قول لا منه ولا نأمي. مولاي صل وسلم. للخلق كلهم ولو كان في الدنيا بقاء للساكنين لكان رسول الله فيها مخلدا. وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا محمد
ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഈ നാട്ടിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാകട്ടെ. വിശിഷ്യ ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരിൽ പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു എല്ലാ ഉസ്താദുമാരുടെ ഖബറുകളിലേക്കും ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാം തിരുനോട്ടമുള്ള മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇച്ചിലുങ്ങോട് മഖാം ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 29ാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലം വളരെ അർത്ഥഗർഭമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഈ മജ്ലിസിൽ സുദീർഘമായി ഒരു പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള കഴിവുമില്ല. എന്നിരുന്നാലും മടക്കമില്ലാത്ത യാത്ര എന്ന് പറയുന്ന വളരെ ഗഹനമായ വിഷയത്തെ സംബന്ധിച്ച് ഒരൽപ്പം മാത്രം ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ ഈ ലോകത്ത് ധാരാളം സൃഷ്ടിജാലങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഓരോ സൃഷ്ടിക്കും അല്ലാഹു വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ ശൈലിയും വ്യത്യസ്തമായ രൂപങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന വിഭാഗമാണ് നാമാകുന്ന മനുഷ്യന്മാർ എന്നുള്ള വിഭാഗം. മറ്റ് സൃഷ്ടികൾക്കൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്തതായ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നൽകിയ വിഭാഗമാണ് മനുഷ്യന്മാർ. ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന വിവേകബുദ്ധി എന്ന് പറയുന്ന നിഅമത്ത്. സത്യം സത്യമായി മനസ്സിലാക്കാനും തെറ്റായ വിഷയങ്ങൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിനെ വെടിഞ്ഞു നിർത്താനും അല്ലാഹു തആല വലിയതായ ഒരു കഴിവ് മനുഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ വലിയ കഴിവ് നൽകപ്പെട്ടതായ മനുഷ്യന്മാർ ഇന്നത്തെ യുഗത്തിൽ എല്ലാ വിഷയങ്ങളിലും അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകബുദ്ധി നൽകപ്പെട്ട മനുഷ്യന്മാർ ഇന്ന് എല്ലാ വിഷയത്തിലും അവർ തർക്കത്തിലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു നാഥനുണ്ടോ എന്ന വിഷയത്തിൽ പോലും ഇന്ന് വിവേകബുദ്ധി നൽകപ്പെട്ട മനുഷ്യന്മാർ തർക്കത്തിലാണ്. ചില ആളുകൾ പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു നാഥൻ ഇല്ല. ചില ആളുകൾ നാഥനുണ്ട് എന്ന് പറയുന്നു. ഈശ്വര വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളും അതുപോലെ ഈശ്വരവാദികളായി ജീവിക്കുന്ന ആളുകളെയും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. ഈ ലോകത്തിന്റെ പിന്നിൽ ഒരു ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ
ആ ദൈവം ഒന്നാണോ അല്ല ഒന്നിൽ കൂടുതലോ എന്ന വിഷയത്തിൽ തർക്കത്തില്ല. ഒന്നാണ് എന്ന് പറയുന്നവരോ അവർ തന്നെ ആ അല്ലാഹുവിന്റെ കഴിവുകളിലും അവന്റെ വിശേഷണങ്ങളിലും അവർ ഇന്ന് തർക്കത്തില്ല. എല്ലാ വിഷയത്തിലും മനുഷ്യന്മാരിന്ന് തർക്കത്തില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈശ്വര വിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ദൈവം ഒന്നാണ് അല്ല ഒന്നിൽ കൂടുതലുണ്ട് എന്ന് പറയുന്ന ആളാണെങ്കിലും ആരായിരുന്നാലും ഒരാൾക്ക് പോലും തർക്കമില്ലാത്ത ഒരേ ഒരു വിഷയമുണ്ടെങ്കിൽ അതാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള മരണം എന്ന് പറയുന്ന വിഷയം. മരണം എന്ന് പറയുന്ന വിഷയത്തിൽ ഈശ്വര വിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും ബഹുദൈവ ആരാധകനായാലും ഏകദൈവ ആരാധകനായാലും എല്ലാവരും ഒരേ രൂപത്തിൽ അംഗീകരിക്കുന്ന വിഷയമാണ് മരണം എന്നുള്ള വിഷയം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ ഈ മരണത്തെ സംബന്ധിച്ച് പറയാൻ ഉപയോഗിച്ച വാക്ക് തന്നെ നമുക്ക് കാണാം. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅ്ബുദ് റബ്ബക, നിങ്ങൾ നിങ്ങളുടെ നാഥനെ ആരാധിച്ച് ജീവിച്ചു കൊള്ളണം. ഏതുവരെ എന്നറിയുമോ? ഹത്താ യഅതിയകൽ യഖീൻ, ഒരു സംശയം പോലും ഇല്ലാത്ത, ഒരു ശതമാനം പോലും ഒരാൾക്കും തർക്കമില്ലാത്ത മരണം വരുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. സാധാരണഗതിയിൽ അറബി ഭാഷയിൽ മരണത്തിന് ഉപയോഗിക്കുന്ന പദം മൗത്ത് എന്ന പദമാണ്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ മൗത്ത് എന്ന് അല്ലാഹു തആല പറയാതെ യഖീൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കാനുള്ള കാരണം, യഖീൻ എന്ന അറബി ഭാഷയിൽ ഒരു വിഷയ സംബന്ധിയായി പറയണമെങ്കിൽ ആ വിഷയത്തിൽ ഒരു ശതമാനം പോലും ഒരാൾക്കും സംശയമുണ്ടാകാൻ പാടില്ല. സംശയമുള്ള വിഷയമാണോ ആ വിഷയ സംബന്ധിയായി അത് യഖീനുള്ള വിഷയമാണ് എന്ന് പറയുകയില്ല. ഒരാൾക്കും സംശയമില്ല മരണം എന്ന് പറയുന്നതിൽ. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീനായ മരണം വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിച്ചു കൊള്ളണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡേൺ ഏജ് ധാരാളം ഡെവലപ്മെന്റ്സുകൾ പറയാനുള്ള യുഗമാണ്. ധാരാളം വികാസങ്ങളും വികസനങ്ങളും ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോ ഗവൺമെന്റുകളും ഓരോ രാജ്യത്തിന്റെയും ഭൂരിഭാഗം സ്വത്തുക്കളും ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തുള്ള ഗവേഷകന്മാർക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ട ചെലവുകൾ വഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഏത് രാജാവായിരുന്നാലും ഏത് ഗവൺമെന്റുകളായിരുന്നാലും ഏത് ഗവേഷകരായാലും ശാസ്ത്രജ്ഞന്മാരായാലും എല്ലാവരും പരാജയപ്പെടുന്ന ഒരേ ഒരു വിഷയമാണ് മരണം എന്നുള്ള വിഷയം. എത്ര വലിയ മുതലാളിയായിരുന്നാലും മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ മുട്ടുമടക്കി അടിയറവ് പറയുക എന്നല്ലാതെ അസ്റായീലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇന്നേ വരെ ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് വലിയ വലിയ വിശ്വകരന്മാർ, ഹൈ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാത്തിനും ഇന്ന് ഉപകരണങ്ങളുണ്ട്. എന്നാൽ മരണം എന്ന് പറയുന്ന രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ ഇന്നേ വരെ ഒരു ഹോസ്പിറ്റലുകൾക്കും ഒരു ഡോക്ടർമാർക്കും സാധിച്ചിട്ടില്ല. അതാണ് മഹാനായ ഖുർത്തുബി ഇമാം അവിടുത്തെ കിതാബിൽ പറയുന്നത് കാണാം, ഇന്ന ത്വബീബ ബിത്ബിഹി വദവാഇഹി ലാ യസ്തതീഉ ദിഫാഅൻ ബിൽ ഖദ് അതാ മാ ലിത്വബീബി യമൂതു ബിദ്ദാഇ അല്ലദീ ഖദ് കാന അബ്റാ
مثله فيما مضى مات المداوي والمداوى والذي جلب الدواء باعه ومن اشترى. മഹാനായ ഖുർത്തുബി ഇമാം അവിടുത്തെ തദ്കിർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുന്ന വിഷയമാണ്. മോനെ, നീ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുഗമുണ്ടല്ലോ, വലിയ വികാസം പ്രാപിച്ച യുഗമാണോ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന യുഗമാണോ, വലിയ വലിയ ഡോക്ടർമാരും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്ന കാലമാണ്. എന്നാൽ ഇല്ല ഏത് വലിയ ഡോക്ടറായിരുന്നാലും ശരി, ആരോഗ്യശാസ്ത്രത്തിൽ എത്ര വലിയ നിപുണനായിരുന്നാലും ശരി, മോനെ, ഏത് ഡോക്ടറായിരുന്നാലും അവന്റെ അടുക്കൽ മരണമെന്ന് പറയുന്നത് വരുമ്പോ ആ മരണത്തെ തടുത്തു നിർത്താൻ, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഡോക്ടർക്ക് കഴിയുന്നില്ല. ഏതാണ് ആ ഡോക്ടർ എന്നറിയുമോ? മാലി ത്വബീബിയമൂതു ബിദ്ദാഇല്ലദീ ഖദ് കാന ബറാ മിസ്ലഹു ഫീമാ മളാ. സുബ്ഹാനല്ലാഹ്, ആ ഡോക്ടർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ ഡോക്ടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ധാരാളം വലിയ മാരകമായ രോഗങ്ങളുള്ള ആളുകൾ ചികിത്സ തേടി വന്നിരുന്നു. അറ്റാക്ക് രോഗിയായ ആള് ഡോക്ടറുടെ അടുത്ത് ചികിത്സക്ക് വന്നിരുന്നു. ക്യാൻസർ ബാധിച്ച ആള് വന്നിരുന്നു. ശ്വാസം കിട്ടാതെ ഇപ്പൊ മരിക്കുമെന്ന് തോന്നിയ ആള് വന്നിരുന്നു. പക്ഷേ ആ ഡോക്ടർ പഠിച്ച ചികിത്സ വെച്ചങ്ങ് ചികിത്സിച്ചപ്പോ ധാരാളം അറ്റാക്ക് രോഗികൾക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ടോ? ധാരാളം മാരകമായ രോഗങ്ങളോ ഭേദമായിട്ടുണ്ടോ? ധാരാളം ക്യാൻസർ രോഗം മാറിപ്പോയിട്ടുണ്ടോ? എന്നാൽ അതേ ചികിത്സ നടത്തിയ ഡോക്ടർ എങ്ങനെയാ മരിക്കുന്നതെന്നറിയുമോ? അതേ അറ്റാക്ക് വന്നു തന്നെ, അതുപോലെ രോഗം വന്നുകൊണ്ട് തന്നെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടല്ലേ ഡോക്ടറും മരിച്ചു പോകുന്നതോ? അദ്ദേഹം പഠിച്ചതായ ധാരാളം ചികിത്സകളുണ്ടായിരുന്നല്ലോ. ആ ചികിത്സക്കൊന്നും തന്നെ ആ ഡോക്ടറുടെ ജീവൻ പിടിച്ചു നിർത്താൻ, ആ ഡോക്ടറുടെ മരണത്തെ തടുക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നു, മാത്തൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബ ദവാഉ ബാഉ വമൻ ഇസ്തറാ. മോനെ, വലിയ ചികിത്സ നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെ മരണത്തിന് മുന്നിലങ്ങ് കീഴ്പ്പെടുന്നു. വലിയ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചോ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലുന്ന രോഗികളുണ്ടല്ലോ, ചികിത്സ തേടി ചെല്ലുന്ന ആളുകളുണ്ടല്ലോ, എത്ര കോടികൾ ചെലവഴിച്ചാലും അവസാനം അവനും മരിക്കുന്നു. വല്ലദീ ജലബ ദവാ, അതുപോലെ മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവന്റെ ബേഗിലതാ വലിയ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ടോ? ആ രോഗങ്ങൾ ഭേദമാകാനുള്ള വിലപിടിപ്പുള്ള മരുന്നുകളുണ്ടോ? ആ മരുന്നും വഹിച്ചു പോകുമ്പോ
മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആള് കൊഴഞ്ഞു വീട് മരിച്ചു പോകുന്നില്ലേ? വല്ലതീ ജലബന്ധവാ ഔബാഹു വമനിസ്തറാ. ഏത് വലിയ ചികിത്സ നടത്തുന്ന ആളായിരുന്നാലും അവരെല്ലാവരും മരിച്ചു പോകുന്നു. എത്ര വലിയ ചികിത്സ അറിയുന്ന ആളായിരുന്നാലും അവരെല്ലാവരും മരിക്കുന്നു. മോനെ, ഈ ദുനിയാവിൽ മരിക്കാതിരിക്കാൻ നിനക്ക് ബോധ്യമുണ്ടോ? അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഏതാണ് ആ മാർഗം? ഈ ദുനിയാവിൽ ജനിക്കാതിരിക്കണം. ജനിച്ചിട്ടുണ്ടോ? മരണം ഉജുബ. അതാണല്ലോ മഹാന്മാരെ ഓർമ്മപ്പെടുത്തുന്നത്. വലൗ കാന ഫിദ്ദുനിയാ ബഖാഉൽ ലിസാകിനി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ വമാ അഹദു യൻജു മിനൽ മൗതി സാലിമാ വസഹമുൽ മനായാ ഖദ് അസാബ മുഹമ്മദാ സല്ലി മൗലായ. للخلق كلهم മഹാന്മാര് പഠിപ്പിക്കുന്നു, മോനെ, ഈ ദുനിയാവെങ്ങാനും ഏതെങ്കിലും ഒരാൾക്ക് ശാശ്വതമായിരുന്നെങ്കിൽ, ഇത് നശിക്കാതെ നിൽക്കുമായിരുന്നെങ്കിൽ, വലൗ കാന ഫിദ്ദുനിയാ ബഖാഉൽ ലിസാകിനി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകം പടക്കാൻ കാരണഭൂതരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാതെ വാക്കിയാ വേണ്ടിയിരുന്നു. പക്ഷേ വമാ അഹദു യൻജു മിനൽ മൗതി സാലിമാ വസഹമുൽ മനായാ ഖദ് അസാബ മുഹമ്മദാ. മോനെ, മരണം എന്ന് പറയുന്നതിന്റെ തീക്ഷ്ണമായ അസ്ത്രങ്ങളുണ്ടല്ലോ, ആ അസ്ത്രങ്ങളിൽ ലോകത്തിന്റെ നേതാവനും തറച്ചുപോയിട്ടുണ്ടോ? അവനും ഈ ലോകത്ത് വിട പറയേണ്ടി വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ലോകത്ത് മരിക്കാതെ ബാക്കിക്കുമെന്ന് കരുതേണ്ടതില്ല. ജനിച്ചിട്ടുണ്ടോ? മരണം ഉജുബ. അതാണല്ലോ ലോകത്തിന്റെ നേതാവ് സഹാബാ കിറാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ സഹാബാ അക്തിറൂ മിൻ ദിക്രി ഹാദിഹിൽ ലദ്ദാത്ത്. അതേ, സർവരസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എന്ന് പറയുന്ന ഒരു സംഭവം വരാനുണ്ടോ? ഈ ലോകത്ത് ജീവിക്കുമ്പോ നല്ല സുഖത്തിലുള്ള ജീവിതമാ, നല്ല 2 ടെറസുള്ള വീടുകളിലെ നമ്മൾ താമസിക്കുന്നതോ, നല്ല ശീതീകരിച്ച വാഹനമല്ലേ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതോ, നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നതോ, നല്ല സന്താനങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലേ? കണ്ടാൽ കുളിർമ തോന്നുന്ന മക്കളും ഭാര്യമാരും നമുക്ക് അല്ലാഹു തന്നില്ലേ? ഇങ്ങനെ നല്ല സുഖത്തിൽ ഈ ദുനിയാവിലും ജീവിക്കുമ്പോ ഇത് ശാശ്വതമാണെന്ന് കരുതേണ്ടതില്ല. മോനെ, ഏത് സമയത്തും
മരണം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആ മരണത്തിന് പ്രായമില്ല, മരണത്തിന് സ്ഥലമില്ല, മരണത്തിന് നേരമില്ല. ഏത് സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന് കൊള്ളണോ. അതാണ് ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുന്നത്. അക്സിറൂ മിൻ ദിക്രി ഹാദിമിൽ സർവരസങ്ങളെയും മുറിച്ചു കളയുന്ന മരണമുണ്ട് കേട്ടോ. ആ മരണത്തിനെ നന്നായി ഓർക്കണം കേട്ടോ. ഓർക്കണം എന്നല്ല റസൂലുള്ള പറയുന്നത്, അതിനെ നന്നായി സ്മരിക്കണം കേട്ടോ. ആ മരണത്തിന് മറന്നുകൊണ്ടുള്ള ജീവിതം ഒരു നിമിഷം പോലും പാടില്ല കേട്ടോ. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു സമയം പോലും മരണം എന്ന് പറയുന്നതിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. ഏത് സമയത്തും പടച്ചവനെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടവനാണല്ലോ, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് മടക്കമില്ലാത്ത യാത്രക്ക് പോകേണ്ടവനാണല്ലോ എന്ന ചിന്ത ഏത് സമയത്തും ഉണ്ടാകണമെന്നോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ആ ഹബീബിന്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മുടെ ജീവിതം ഇന്ന് ഏത് രൂപത്തിലാണ്? സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ നേരം പുലർന്നത് മുതൽ ഈ സെക്കൻഡ് വരെ നാം അങ്ങ് അനുഭവിച്ച് തീർത്തപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം അല്ലാഹുവേ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടവനാണല്ലോ എന്ന് മനസ്സറിഞ്ഞ് ഓർത്ത സ്മരിച്ച എത്ര ആളുകൾ എന്റെ സദസ്സിലുണ്ട്? ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടവനാണല്ലോ എന്ന് ഈ ഒരു ദിവസത്തിൽ ഒരൊറ്റ തവണ ചിന്തിച്ച എത്ര ആളുകളുണ്ട്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഏത് സമയത്തും മരണത്തിന് ഓർക്കണം. എന്നാൽ ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ സമുദായത്തിന്റെ ജീവിതം കണ്ടാൽ ഭൂമിയിൽ സ്വർഗം പണിയുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്സത്തിന് പാകമാകുന്ന രൂപത്തിൽ വീട് നിർമ്മിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. അവന്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന രൂപത്തിലുള്ള വാഹനം അവൻ വാങ്ങുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. പക്ഷേ ഈ ലോകത്തെ അനാവശ്യമായി ധാരാളം പരിസരത്തുള്ള ആളുകളോടുള്ള അസൂയ കൊണ്ടും അവരെക്കാളും മുൻപന്തിയിൽ എന്ന നിയ്യത്തുകൊണ്ടും വലിയ വലിയ മണിമാളികളിൽ പണിയുമ്പോ മോനെ, ആഖിറത്തിലുള്ള വീട് മറന്നു പോകണ്ട കേട്ടോ. ആഖിറത്തിൽ വീട് നിർമ്മിക്കുന്നതിന് ഉതകുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഈ സമയത്ത് ഓർത്തുപോകുകയാണ്, ഒരു 4 മാസം മുമ്പ് ഞാൻ അജ്മീറിലേക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികൾ മുതഅല്ലിമീങ്ങളുമായി യാത്ര ചെയ്തപ്പോ ബോംബെ നഗരത്തിൽ അവിടെയുള്ള മസാറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു ബസ്സിൽ ഞങ്ങൾ ബോംബെ നഗരത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ ബസ്സിൽ ഞങ്ങളുടെ യാത്രയുടെ അമീറായ ഉസ്താദ് ഒരു വലിയ ബിൽഡിംഗ് കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആ കാണുന്ന ബിൽഡിംഗ് ഏതാണ് എന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ കൈമലർത്തി, എനിക്കറിയില്ല. ഏതാണ് ആ ബിൽഡിംഗ് എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ആ ഉസ്താദ് പറയുന്നു, എന്നാൽ ആ ബിൽഡിംഗ് എന്താണെന്നറിയുമോ? അത് അനിൽ അംബാനിയുടെ വീടാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഞാൻ മനസ്സിലാക്കുന്നു ആ മുതലാളിയായ അംബാനി വരെ ആ വീടിന്റെ എല്ലാ മുറിയിലും കയറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രത്തോളം വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് ബോംബെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു മനുഷ്യൻ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാ.
എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ ഈ ലോകത്ത് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആഖിറം മറന്നോടുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ ഒരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണോ? ഏതാണ് ആ വാക്കെന്നറിയുമോ? അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈന സന. എന്റെ ഉമ്മത്തി ദുനിയാവിൽ ജീവിക്കുന്ന ആയുസ് എത്രയാണെന്നറിയുമോ? മാ ബൈന സിത്തീന വസബഈന സന. കേവലം 60 വയസ്സിന്റെയോ 70 വയസ്സിന്റെയും ഇടയിലാണ് കേട്ടോ എന്റെ ഉമ്മത്തിൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നതോ. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ചാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നു. മാ ബൈന സിത്തീന വസബഈന സന. കേവലം 60ന്റെയും 70ന്റെയും ഇടയിലാണോ? എന്നാ മോനെ, മരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ പോകേണ്ട മഹ്ശറ എന്ന് പറയുന്ന ലോകമുണ്ടല്ലോ, ആ ലോകത്തിൽ ഒരൊറ്റ ദിവസത്തിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. മഹ്ശറയിലെ ഒരൊറ്റ ദിവസം 50,000 വർഷത്തിന് തുല്യമാകുന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. നാം ഈ ലോകത്ത് ജീവിക്കുന്നത് ഭൂരിഭാഗത്തിന്റെയും ആയുസ് 60 വയസ്സിന്റെയും 70 വയസ്സിന്റെയും ഇടയിലാകുന്നു. എന്നാൽ ആഖിറത്തിൽ ഒരൊറ്റ ദിവസമോ? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് കേട്ടോ. മോനെ, ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വന്നിട്ടോ ഈ ഭൂലോകത്തെ കാലുകുത്തിയിട്ടോ ഇന്നേക്ക് 10,000 വർഷം പോലും തികഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ടോ 1400 ചില്ലാനും വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. ആദം നബി മുതൽ ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം വരെ മോനെ 10,000 വർഷം പോലും തികഞ്ഞിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഒരൊറ്റ ദിവസം ഇന്നേ വരെ ആയിട്ടില്ല. ആ ആഖിറം എന്ന് പറയുന്ന ലോകത്ത് വീട് പണിയുന്നത് മറന്നുപോയിട്ടോ ദുനിയാവിലുള്ള വീടിന് വേണ്ടി തത്രപ്പാട് കാണിക്കണ്ട കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണോ 60ന്റെയും 70ന്റെയും ഇടയ്ക്ക് എന്ന് പറയുമ്പോ എല്ലാ മനുഷ്യന്മാരും 60 വയസ്സ് ജീവിക്കുമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ 70 വയസ്സില്ല അപ്പുറത്തേക്ക് ഒരാൾ പോകൂല എന്നും ഈ പറഞ്ഞതിന്റെ അർത്ഥമില്ല. മറിച്ചോ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി അവിടുന്ന് ആ ചെറിയ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ നിങ്ങളെ ദുനിയാവിലേക്ക് വന്നിട്ട് കാലം കുറച്ചായിട്ടേ ഉള്ളൂ. വളരെ അടുത്തല്ലേ നിങ്ങൾ ഈ ദുനിയാവിലേക്ക് വന്നതോ? അതുകൊണ്ട് മരിക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോ അവിടുന്ന് ആ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണോ? മോനെ, മാവെന്ന് പറയുന്ന വൃക്ഷത്തെ നീ കാണാറില്ലേ? ആ മാവെന്ന് പറയുന്ന വൃക്ഷത്തിൽ മാങ്ങ ഉണ്ടാകുന്ന കാലമില്ലേ? ആ മാങ്ങേതാ ഉണ്ടാകുന്ന കാലയളവിൽ ചെറിയ മാങ്ങകളായി നിൽക്കുമ്പോ ഉണ്ണിമാങ്ങ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ചെറിയ ചെറിയ മാങ്ങകൾ അങ്ങ് കൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ടല്ലോ. അതുപോലെ മോനെ, ഈ ദുനിയാവെന്ന് പറയുന്ന വലിയ പടുവൃക്ഷമുണ്ടല്ലോ, ഈ വൃക്ഷത്തിലെ മൂപ്പത്താത്ത കായ്കളാണ് കേട്ടോ നിങ്ങളോ. ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് പോലെ
നിങ്ങളും ഈ ലോകത്ത് നിന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് മരണം വരൂല എന്ന് കരുതേണ്ടയില്ല. അതുപോലെ ചെറുപ്പക്കാരായ ആളുകളുണ്ടല്ലോ, നല്ല യുവാക്കളായ ആളുകളുണ്ടല്ലോ, നല്ല ഊർജമുള്ള സമയമാണോ, നല്ല ഊർജസ്വലതയോടെ ചോര തിളക്കുന്ന സമയമാണല്ലോ, ആരെയും വെല്ലാമെന്ന് പറയുന്ന പ്രായമാണല്ലോ. ആ യുവാവിനെ വിളിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അത്തായില്ല എന്നവർ പറയുകയാണോ, മോനെ തെങ്ങ് നീ കാണാറില്ലേ? ആ തെങ്ങിലുള്ള തേങ്ങ അതിന് ഇളനീര് എന്ന് പറയുന്ന ഒരു പ്രായമെത്താറുണ്ടല്ലോ. ഇളനീരെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഏറ്റവും നല്ല പ്രായമാണോ? നല്ല കനമുള്ള സമയമാണോ? നല്ല വെള്ളമുള്ള സമയമാണോ? നല്ല മധുരമുള്ള സമയമാണോ? എല്ലാം കൊണ്ടും നല്ല ഉഷാറോടുകൂടി നിൽക്കുന്ന സമയമാണല്ലോ. എന്നാൽ ആ ഇളനീരിൽ നിന്ന് ചിലത് കൊഴിഞ്ഞു പോകാറില്ലേ? അതുപോലെ മോനെ എല്ലാം നോക്കുമ്പോ നല്ല ഊർജമുള്ള കാലമാണോ? രക്തമെങ്ങനെ തിളക്കുന്ന കാലമാണോ? എന്തിനും മുതകുന്ന കാലമാണോ? മരിക്കൂല എന്ന് നീ കരുതേണ്ടതില്ല. ഇളനീര് കൊഴിഞ്ഞു പോകുന്നത് പോലെ മോനെ ഈ ദുനിയാവിൽ നിന്ന് നീയും അങ്ങ് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? അതുപോലെ മഹാനായ ഇബ്നു അത്തായില്ല അവിടുന്ന് ആ പ്രായമായ ആളുകളെ വിളിക്കുകയാണോ, അല്ലയോ ഉപ്പാ, അത് മരങ്ങളിൽ നല്ല പച്ച ഇലകളുള്ളൊരു കാലമില്ലായിരുന്നു. ഓരോ ഇലകളുടെയും കളറിങ്ങനെ മാറാൻ തുടങ്ങിയത് കാണുന്നില്ലേ? അതിന്റെ കളറതാ മഞ്ഞയായി മാറുന്നു, അഥവാ ചുവപ്പായി മാറുന്നു. ആ ഇലയുടെ കളർ മാറുന്നത് കണ്ടാൽ ആ വൃക്ഷത്തിന് ആ ഇലയുമായുള്ള ബന്ധം അതാ വിച്ഛേദിക്കാൻ സമയമായിട്ടുണ്ടോ എന്നല്ലേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നതോ? അതോ പ്രായമുള്ള ആളുകളെ മഹാനായ ഇബ്നു അത്തായില്ല സിക്കന്ദരി അവർ വിളിച്ചുകൊണ്ട് പറയുകയാണോ, അല്ലയോ ഉപ്പാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, തലയിൽ നല്ല കറുപ്പ് മുടിയുള്ള കാലമില്ലായിരുന്നു, താടി നല്ല കറുത്തിരിക്കുന്ന കാലമില്ലായിരുന്നു. ഓരോന്നതാ കളർ നാളി വെളുക്കാൻ തുടങ്ങിയിരിക്കുന്നു. മോനെ, ഈ ദുനിയാവെന്ന് പറയുന്ന പടുവൃക്ഷമുണ്ടല്ലോ, ഈ വൃക്ഷവുമായിട്ടുള്ള ബന്ധമത വിച്ഛേദിക്കാൻ സമയമായിരിക്കുന്നു. ഏത് സമയത്തും മരണത്തിന് ഓർക്കണോ, ഏത് സമയത്തും മരിക്കേണ്ടവനാണെന്ന ബോധം വേണോ. അല്ലാഹുവേ, നീ ദീർഘ ആയുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് തന്നെ മരിപ്പിച്ച് കളയല്ലേ അല്ലാ. ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ അവർ മരിക്കുന്ന വിവരമാണ് ധാരാളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ധാരാളം യുവാക്കൾ രാവിലെ നേരം പുലർന്നപ്പോ നല്ല ഊർജ്ജസ്വലതയോടെ ജീവിച്ച ആളുകൾ വൈകുന്നേരമാവുമ്പോഴേക്ക് ഖബറിൽ എത്തിപ്പോകുന്നു. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. മഹാനായ കക്കിടിപ്പുറം ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വലിയ സൂഫിയായി ജീവിച്ച മഹാനാണ്. അവിടുന്ന് ഒരിക്കല് പൊന്നാനി പള്ളിയുടെ അടുത്ത് ദർസ് നടത്തുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് മഹാനായ കക്കിടിപ്പുറം ഉസ്താദ് ഒരിക്കലതാ ഒരു വെള്ളിയാഴ്ച ദിവസം പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഒരു വയൽ വരമ്പിലൂടെ ഇങ്ങനെ നടന്നുപോവുകയാണ്. ഉസ്താദിന്റെ കൂടെ ധാരാളം ശിഷ്യന്മാരും ഉണ്ട്. അങ്ങനെ വയലിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്തോ ഒരു അപരിചിതമായ ശബ്ദം മഹാനായ ഉസ്താദും ശിഷ്യന്മാരും കേൾക്കുകയാണ്. ഉസ്താദ് അവിടെ നിന്നു ശിഷ്യന്മാരോട് ചോദിച്ചു, അല്ലയോ ശിഷ്യന്മാരെ, ആ കേൾക്കുന്ന ശബ്ദം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ശിഷ്യന്മാര് പറയുന്നു,
ഉസ്താദി അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ അതെന്താണ് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ശിഷ്യന്മാര് ധാരാളം സമയം പരിസരങ്ങളെല്ലാം ഒന്ന് പരതി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാര് പറയുന്നു, ഉസ്താദേ, അതൊരു വിചിത്രമായ ശബ്ദമൊന്നുമല്ല കേൾക്കുന്നത്. ഒരു സർപ്പം ഒരു തവളയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തവള സർപ്പത്തിന്റെ വായിലകപ്പെട്ട് മരണവെപ്രാളത്തോടുകൂടെ കരയുന്നതാണ് ആ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഉസ്താദ് ചോദിച്ചു, കുട്ടികളെ, നിങ്ങളാ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് മനസ്സിലാകാനാ. സാധാരണഗതിയിൽ പാമ്പ് തവളയെ വിഴുങ്ങുക എന്നത് ഒരു വിചിത്രമായ പരിപാടിയല്ലല്ലോ. ഞങ്ങൾക്കൊരു പാമ്പ് തവളയെ തിന്നുന്നു എന്നല്ലാതെ അതിലപ്പുറം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ സമയത്ത് ഉസ്താദ് ചോദിക്കുന്നു, എന്നാൽ ശിഷ്യന്മാരെ, ആ പാമ്പിന്റെ സർപ്പത്തിന്റെ വായിലകപ്പെട്ട തവളയുണ്ടല്ലോ, ആ തവളക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഈ സമയത്ത് ആ തവളയുടെ മുന്നിൽ നിങ്ങൾ കൊണ്ടുവച്ചു കൊടുത്താൽ ആ തവളക്ക് ആ ഭക്ഷണത്തിലേക്ക് ആഗ്രഹം തോന്നുമോ? ശിഷ്യന്മാര് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഉസ്താദ്, ഇതിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. പാമ്പിന്റെ വായിലകപ്പെട്ട് മരണവെപ്രാളത്തോടെ കരയുന്ന ഈ തവള ഏതെങ്കിലും ഭക്ഷണത്തിനോട് താല്പര്യമുണ്ടാകുമോ ഉസ്താദേ? രണ്ടാമത് ഉസ്താദ് ചോദിക്കുന്നു, എന്നാൽ ഈ തവള ഒരു ആൺ തവളയാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. തവളകളുടെ കൂട്ടത്തിൽ വെച്ച് നല്ല തടിച്ച കൊഴുത്ത നല്ല സൗന്ദര്യമുള്ള ഒരു പെൺതവളയെ അതിന്റെ മുൻപിലങ്ങ് കൊണ്ടുവച്ചു കൊടുത്താൽ അതിന് ലൈംഗികമായി ഇപ്പോ ആകർഷണം തോന്നുമോ? ശിഷ്യന്മാര് ഉസ്താദിന്റെ വിചിത്രമായ ചോദ്യങ്ങൾ കേട്ടപ്പോ വല്ലാതെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. ഉസ്താദിനോട് അവര് പറയുന്നു, ഒരിക്കലും തോന്നുകയില്ല. അപ്പോഴാണ് മഹാനായ കക്കിടിപ്പുറം ഉസ്താദ് പറയുന്നത്, പാമ്പിന്റെ വായിലകപ്പെട്ട തവളയുണ്ടല്ലോ, ആ തവളക്ക് ദുനിയാവിന്റെ ഒരു വിഷയത്തിനോടും താല്പര്യം വരൂല എന്നാണല്ലോ നിങ്ങൾ ഈ സമയത്ത് പറഞ്ഞത്. എന്നാൽ ഞാനും നിങ്ങളുമാകുന്ന ആളുകളുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരു സർപ്പത്തിന്റെ വായിലകപ്പെട്ട തവളകളെ പോലെയാണോ? സുബ്ഹാനല്ലാഹ്. മനസ്സിലാകാതെ ശിഷ്യന്മാരിങ്ങനെ നോക്കുമ്പോ മഹാനായ കക്കിടപ്പുറം അവിടുന്ന് പറയുകയാണോ, ശിഷ്യന്മാരെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായപ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാര് വന്നുകൊണ്ടോ ഓരോ കുട്ടിയുടെയും ആയുസ് കണക്കാക്കിയിട്ടുണ്ടല്ലോ. എത്ര വയസ്സാണ് ഈ ലോകത്തിൽ അവൻ ജീവിക്കേണ്ടതോ, എത്ര ശ്വാസമാണ് അവൻ വലിച്ചു വിടേണ്ടതോ, എത്ര അവയവങ്ങൾ എത്ര തവണയാണ് അവൻ നനയ്ക്കേണ്ടതോ, എല്ലാം അതേ 4 മാസം പ്രായമായപ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാര് വന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന്, ഒരു കുട്ടി ലോകത്തേക്ക് ജനിച്ചതിന് ശേഷം 100 ശ്വാസം വിടാനാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ 100 ശ്വാസം വലിച്ചു വിടാനാണ് അള്ളാഹു മനുഷ്യനെ ആയുസ് കണക്കാക്കിയതെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നോ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ട സെക്കൻഡ് മുതൽ ആ മനുഷ്യനതാ ശ്വാസം വലിച്ചു വിടാൻ തുടങ്ങുന്നു. 1ാമത്തെ ശ്വാസം അങ്ങ് വലിച്ചു വിടുമ്പോ അവന് അവന്റെ മരണത്തിലേക്കുള്ള ദൂരമതാ 99 കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ ശ്വാസം അവനിങ്ങനെ വലിക്കുമ്പോയോ അവനിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണോ? മരണം എന്ന് പറയുന്ന സർപ്പത്തിന്റെ വായിലാണ് കേട്ടോ ഉള്ളത്. മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി അവിടുത്തെ വീടിന്റെ ക്ലോക്കിന്റെ മുകളിൽ എഴുതി വെച്ചൊരു ബൈത്തുണ്ടല്ലോ, തനബ്ബഹ് അല്ല കൗരീന കുസുംരി ഫഹയ്യ അലാ സിയാദി സമാനി ഖൈരി.
മഹാനായ അഹമ്മദ് ഗോയസാലിയാത്തി അവിടുന്ന് അവിടുത്തെ വീട്ടിന്റെ ഘടികാരത്തിന്റെ മുകളിൽ എഴുതി വെച്ച വരികളാണോ ഓരോ തവണ സമയം നോക്കുമ്പോഴോ അതേ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ക്ലോക്ക് ഇങ്ങനെ പറയുകയാണോ മോനെ തനബ്ബഹ ഉറങ്ങണ്ട കേട്ടോ സമയം പായാക്കണ്ട നന്നായി ഉണർന്ന് പ്രവർത്തിച്ചോളണോ എന്റെ വിഷയമെന്നറിയുമോ അന്ന ദൗരേ എന്റെ ഓരോ കറക്കങ്ങളോ എന്റെ ഓരോ സെക്കൻഡ് സൂചിയുടെ ചലനങ്ങളോ നിങ്ങളുടെ ആയുസ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായി വാങ്ങിയ നല്ല വിലപിടിപ്പുള്ള കമ്പനിയുടെ ക്ലോക്കാണോ അല്ലെങ്കിൽ നല്ല വാച്ചാണോ പവർ ഇങ്ങനെ പറയുമ്പോ മോനെ നിന്റെ വീട്ടിലെ ക്ലോക്കിന്റെ സൂചിയുടെ ചലനമുണ്ടല്ലോ അതുപോലെ നീ കിട്ടിയ വാച്ചിന്റെ സൂചി ഇങ്ങനെ ചലിക്കുമ്പോ ആ സെക്കൻഡുകൾ നിന്റെ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വരൂല നീ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നേരം പുലർന്നത് മുതൽ നമുക്ക് മരണത്തിലേക്കുള്ള ദൂരമല്ല ഈ സമയമാകുമ്പേക്ക് മണിക്കൂറുകളങ്ങ് കുറഞ്ഞു പോയിരിക്കുന്നു നാളെ സമയമാകുമ്പോ ഈ മപ്പാമറൂസ് കാണാൻ നമ്മളുണ്ടാകുമോ എന്ന് പറയാൻ കഴിയൂല ഒരുപക്ഷേ നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാവാം നാളെ മജ്‌ലിസ് തുടങ്ങുന്നതോ മോനെ വയല് പറയുന്ന വിനീതനുണ്ടല്ലോ ഈ വയല് അവസാനിപ്പിക്കുമെന്ന് ഗ്യാരണ്ടിയില്ല നിങ്ങളായിരുന്ന കസേരയിൽ നിന്നോ സ്വന്തമായി എഴുന്നേൽക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ല ഒരുപക്ഷെ ആളുകളെ എടുത്തുകൊണ്ടുപോകേണ്ടി വരും കേട്ടോ അതാണല്ലോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു അതേ ഇദാ അസ്ബഹത ഫലാ തൻതുലിൽ മസാ വഇദാ അംസൈത ഫലാ തൻതുലിൽ സബാ മോനെ രാവിലെ നേരം പുലരുന്ന സമയത്ത് ആരോഗ്യത്തിന് പ്രശ്നമില്ല ഒരു രോഗവുമില്ല യാതൊരു പ്രയാസവുമില്ല അതുകൊണ്ട് വൈകുന്നേരത്തിൽ നീ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഒരുപക്ഷെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് നീ അങ്ങ് മരിച്ചു പോകാം അതുപോലെ ഇതാ അംസയിത ഫലാ തൻതുലിർ സബാ അതേ വൈകുന്നേരമായപ്പോ കിടക്കപ്പായയിലേക്ക് ചെല്ലുമ്പോ യാതൊരു തകരാറുമില്ല നല്ല തമാശയോട് എല്ലാവരും സ്വറ പറഞ്ഞ് കുശലം പറഞ്ഞ് വീട്ടില് മക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതാണ് രാവിലെ ആളുകൾ വന്ന് വിളിക്കുമ്പോ ഒരുപക്ഷെ നീ എഴുന്നേറ്റ് കൊള്ളണമെന്നില്ല ഏത് സമയത്തും മരിക്കണമെന്ന ചിന്ത വേണോ ويصبح آمنا وقد نسجت كفانه وهو لا يدري صل مولاي മഹാനായ ഖുർത്തുബി ഇമാമിന്റെ വാക്കുകളാണ് വകം മിൻ ഫതയുംസി വയുസ്ബിഹു ആമിനാ وقد نسجت أكفانه وهو لا يدري എത്ര യുവാക്കളായ ആളുകളാണോ സുബ്ഹാനല്ലാഹ് അവർക്കാരെയും ഭയമില്ല അവരാരെയും പേടിക്കുന്നില്ല അവർക്കാരെയും ബോധമില്ല
അല്ല എന്ന വിചാരമേ ഇല്ല, മരിക്കേണ്ടവനാണെന്ന ചിന്തയില്ല. മഹാനവറുകൾ പറയുന്നു, വഖദ് നൂസിജത് അക്ഫാനു ഹുവ ലാ യദ്രി. ഓ ചെറുപ്പക്കാരാ, ആരെയും ഭയമില്ലാതെ ലോകത്തിലെ ഇങ്ങനെ ചേറിപ്പാഞ്ഞു കളിക്കുമ്പോ മോനെ, ഒരുപക്ഷേ നീ ജീവിക്കുന്ന നാട്ടിൽ നിന്റെ അങ്ങാടിയുണ്ടല്ലോ, നിന്റെ ടൗൺ ഉണ്ടല്ലോ, ആ ടൗണിൽ നിന്നെ പൊതിയാനുള്ള കഫം വിടവാ ഏതെങ്കിലും ഒരു തുടി ഷോപ്പിന്റെ ഷെൽഫിൽ അത് എത്തിച്ചിട്ടുണ്ടാകോ? ഞാനിവിടെ വയത് പറയുമ്പോ കാന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ എന്നെ പൊതിയാനുള്ള 3 തുണി എത്തിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. നമ്മൾ ഓരോരുത്തരെയും പൊതിയാനുള്ള കഫം വിടവാ ഒരുപക്ഷേ അതേ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഓടിച്ചേറിപ്പായുന്ന ടൗണില് ഏതെങ്കിലും ഒരു തുണി ഷോപ്പിലെത്തിയിട്ടുണ്ടാകോ? മോനെ, മരണമെന്ന് പറയുന്നൊരു അത്രത്തോളം നാമമായി അടുത്ത വിഷയമാണോ? ആ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കണ്ട. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏത് സമയത്തും മരണത്തിനെ ചിന്തിക്കണം എന്ന് നമ്മോട് പറയുമ്പോ മരണത്തിന് കൊതിക്കാൻ പാടുണ്ടോ? ആ വിഷയവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചില ആളുകൾ ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കഷ്ടത വരുമ്പോ അവര് പറയുന്നൊരു വാചകമാണ്, അല്ലാഹുവേ എന്നെ അങ്ങ് മരിപ്പിച്ചു തന്നാൽ, ഒന്ന് മരിച്ചു കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ചില ആളുകളൊക്കെ പറയാറുണ്ട്. ചില ഉമ്മമാർ സുബ്ഹാനല്ലാഹ് സ്വന്തം മക്കള് മരിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഉമ്മമാര് പറയുന്ന വാക്കാണ്, അല്ലാഹുവേ എന്നെ മാത്രം പിന്നെ എന്തിനു ബാക്കിയാക്കിയതാണ്, ഞാനും കൂടെ മരിച്ചിരുന്നെങ്കിൽ. മരണത്തിനെ കൊതിക്കുന്ന സ്വഭാവമുണ്ട്. എന്നാൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യതമന്നന്ന അഹദുകുമുൽ മൗത ലിദുർരിൻ നസല ബിഹി. മോനെ, ദുനിയാവിൽ നീ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ കാരണമായിട്ടോ ഒരു സമയത്ത് പോലും നീ മരണത്തിന് കൊതിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവിടെ ഇന്ന് കഷ്ടത അനുഭവിക്കുന്നവനോ എന്നെന്നും കഷ്ടപ്പാടുകളാവണമെന്നില്ല. ഇന്ന് സുഖമുള്ളവന് എന്നെന്നും സുഖമാവണമെന്നില്ല. ഇത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സമ്മിശ്രമായ ലോകമാണോ? എല്ലാ കാലത്തും സുഖമുള്ള ലോകമാണല്ലോ സുവർഗം, എല്ലാ കാലത്തും കഷ്ടപ്പാടുള്ള ലോകമാണല്ലോ നരകമെന്ന് പറയുന്നത്. ദുനിയാവിൽ ചില സമയത്ത് സുഖങ്ങളാണോ, അതുപോലെ ചില സമയത്ത് പ്രയാസങ്ങളാണോ? ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അല്ലാഹുവേ എന്നെ ഒന്ന് മരിപ്പിച്ചു തരണേ എന്ന് നീ പറയാൻ പാടില്ല. ഇനി ലോകത്തിന്റെ നേതാവ് പറയുന്നു, മോനെ, നിനക്കിനി ലോകത്ത് ജീവിക്കാനൊരു നിർവാഹവുമില്ലേ, യാതൊരു വകുപ്പുമില്ലേ, മരിക്കലല്ലാതെ മറ്റു വഴികളില്ലേ. ആ സമയത്തും നീ മരിപ്പിക്കണേ എന്ന് അള്ളാനോട് ദുആ ചെയ്യാൻ പാടില്ല. മറിച്ചോ നീ അല്ലാഹുവിനോട് പറയേണ്ടതെന്താണെന്നറിയുമോ? അല്ലാഹുമ്മ അഹ്യിനീ മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ. അല്ലാഹുവേ, ഇന്ന് വല്ലാ
വല്ലാത്ത കഷ്ടപ്പാടാണോ, ഇന്ന് വല്ലാത്ത പ്രയാസമാണ്, ബുദ്ധിമുട്ടാണോ, ഇത് നീങ്ങി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ലോകത്ത് ജീവിക്കലാണോ ഹൈറോ, എന്നാലല്ല നീ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അല്ല അല്ലാഹുമ്മ അമിത്നി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ, ഈ ദുനിയാവിൽ ഞാൻ മരിക്കലാണോ ഹൈറോ, എന്നാലല്ല നീ ഈമാനോടുകൂടെ മരിപ്പിച്ചു തരണേ അല്ലാ. ഇങ്ങനെ ദുആ ചെയ്യുകയല്ലാതെ അല്ലാഹുവേ എന്നെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്ത് പ്രയാസം സംഭവിച്ചാലും മോനെ മരണത്തിന് പൊരിക്കണ്ട കേട്ടോ. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ഇല്ലാ സലാസ്, മൂന്ന് വിഭാഗം ആളുകൾ മാത്രമേ മരണത്തിന് കൊതിക്കുകയുള്ളൂ. മരിച്ചു കിട്ടിയാൽ പടച്ചവനെ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതുന്ന ആളുകൾ മൂന്ന് ആളുകളാണ്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് ഈ മൂന്ന് ആളുകൾ? ഒന്നാമത്തെ ആള് മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു പറയുന്നു, റജുലുൻ ജാഹിലുൻ ബിമാ ബഅദൽ മൗത്ത്. സുബ്ഹാനല്ലാഹ്, മരണശേഷമുള്ള ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിനെ കുറിച്ച് വിവരമില്ലാത്ത ആളുകളുണ്ടോ? ഈ മരണത്തോടുകൂടെ എല്ലാം അങ്ങ് അവസാനിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ പടച്ചവനെ ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന കൊതി തോന്നുകയാണോ? ഒരു മനുഷ്യന് മരണം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ ഒരിക്കലും തന്നെ മരിക്കരുതായിരുന്നു എന്ന് ചിന്തിച്ചു പോകുമോ? മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന വിഷയങ്ങൾ ഓരോന്നും ചിന്തിക്കേണ്ടതുപോലെ അങ്ങ് ചിന്തിച്ചാൽ ഓരോ ആളുകളും മനസ്സിലാക്കും, പടച്ചവനെ മരിക്കാതിരിക്കാൻ വല്ല നിർവാഹവും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകും. കാരണം അത്രക്കും ഭയാനകരമാണ് മരണം എന്ന് പറയുന്ന വിഷയം. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ